ഹായ് കൂട്ടുകാരെ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആലോലിക്ക പറിച്ചതിൻ്റെ നിങ്ങൾ ഞാൻ കാണിച്ചില്ലായിരുന്നോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഉപ്പിലിട്ട് വെച്ചായിരുന്നു, കുറച്ച് ഞാൻ അച്ചാറിടാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അത് ജസ്റ്റ് ഞാൻ ഡ്രൈ ആക്കി കേട്ടത്. അതിങ്ങനെ കുറേ പച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉണക്കുന്നതിൻ്റെ ഇതിലാക്കി കുറച്ച് നാളോടെ നിൽക്കാൻ വേണ്ടി അങ്ങനെ ആക്കി ഞാൻ ആലോലിക്ക അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. വായു എൻ്റെ കൂടെ വാ കേട്ടോ, കാണിച്ചു തരാം. അതിന് ശേഷം കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഉലുവ ചേർക്കണേ. ഉലുവ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ ചതച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാവേ. ഞാൻ തന്നെത്താനെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടെ ചേർത്ത് യോജിപ്പിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് കാന്താരിമുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം. വെളി നല്ല മഴയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാന്താരി പറിക്കാൻ പോകാൻ. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി രണ്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടി കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മണമൊക്കെ മാറും. നന്നായിട്ട് മൂക്കണം. കാശ്മീരി മുളക് ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും. പിന്നെ അല്ലാത്ത സാധാ മുളക് പൊടിയും കൂടെ ചേർക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി. നമ്മൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ലേശം ഇതൊന്ന് ഇതിപ്പോൾ ഡ്രൈ ആകത്തില്ല. നമ്മൾ ലേശം ചൂടുവെള്ളം ഒന്ന് ചേർക്കണേ. ഇതെല്ലാം കൂടി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ലേശം ചേർക്കാവുള്ളൂ കേട്ടോ. ലേശം ചൂടുവെള്ളം, പച്ചവെള്ളം ചേർക്കല്ലേ, ചൂടുവെള്ളം ചേർക്കണേ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആലോലിക്ക ഉണ്ടല്ലോ, അത് ഞാൻ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണേ, അത് ഇങ്ങനെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അത് ഞാൻ ഡ്രൈ ആക്കിയതാണ് കേട്ടോ, കുറേ നാളത്തേക്ക് ഇതെനിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയാണേ. അപ്പോൾ ഈ കുറേയൊക്കെ ഡ്രൈ ആകാത്തത്, ഈ ഡ്രൈ ആയത് മൊത്തം പച്ചയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കാവേ. പുളി വേണ്ട, നമുക്ക് പുളി എരിവെല്ലാം വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി. അതിനുശേഷം ഈ പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാൻ ലേശം ശർക്കരയോ പഞ്ചസാരയോ, എൻ്റെ ഇപ്പം ശർക്കര ഇല്ലായിരുന്നു, ഞാൻ ഇന്ന് കഴിഞ്ഞ സാവല് വിളിച്ചുകൊണ്ട് ശർക്കര ഇല്ലായിരുന്നു. ലേശം പഞ്ചസാരയോ ശർക്കരയോ ഈന്തപ്പഴമോ എന്ത് വേണമെങ്കിലും ചേർക്കാവേ. ചേർത്ത് ബാലൻസ് ചെയ്യണേ. ലേശം നമുക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഇളക്കി യോജിപ്പിക്കണം. അല്ല, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും മധുരവും പുളിയും ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം വരുന്നില്ലേ കണ്ടോ, എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് അടിപൊളി സ്വാദിൻ്റെ എൻ്റെ അച്ചാർ റെഡി കണ്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇനി ഒരു വീഡിയോ കാണുന്നവരെ ടാറ്റ. എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവരും എൻ്റെ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല മണവും കായത്തിൻ്റെയൊക്കെ നല്ല മണമായിട്ട് മണമുണ്ട് കേട്ടോ. എല്ലാവരും നോക്കണം. ടാറ്റ, ബൈ.